ഇന്നത്തെ സ്പെഷ്യൽ ചീര ഉപ്പേരി, പിന്നെ കുമ്പളങ്ങൻ്റെ മോര് കറി. മോര് സാധനം വെച്ചിട്ടുണ്ട്, കവറിലെ സാധനമാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് സമയത്ത് വീഡിയോ വരും. മോര് മേടിച്ച് വെച്ചിട്ടുണ്ട്, കരിവേപ്പിൻ്റെ ഇല വാങ്ങി വെച്ച്. ഇനിയിപ്പോൾ ചട്ടിയിലാണ് അവിടെ, ഈ ചട്ടിയിലാണ് മോര് കറി ഉണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിക്കാനുള്ള കേട്ടോ. ഇത് കണ്ടോ, ഇത് ചെറിയ അയലയും മത്തി ഇപ്പം 4 എണ്ണം എന്തായാലും വറക്കും ഉച്ചത്തേക്ക്. അപ്പം മീൻ വറുത്ത്, മത്തി വറുത്തത്, പിന്നെ മോര് കറി, ചീരപ്പേരി. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിൻ്റെ ബാക്കി വീഡിയോ ബാക്കിൽ വരും. ഓക്കെ. കുമ്പളങ്ങ വെന്തിട്ട് വേണം, ചൂടാറിയിട്ട് മോരൊഴിക്കണം. ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, കുറച്ച് റിസ്ക്കാണ് ഇതൊക്കെ അരിയാൻ. ശരിക്കും ഇതിൻ്റെ തണ്ടെടുക്കാം, പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബലം, പൊട്ടുന്നില്ല. പൊട്ടുന്ന തണ്ടുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ചെറിയ പൂക്കളുണ്ട്. കാണില്ല ഇതുമാതിരി ചെറിയ ചെറിയ പൂക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഉപ്പേരിക്ക് പ്രശ്നമാണ്. അരിയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സത്ത്, അതുകൊണ്ടാണ് ഇല മാത്രം എടുക്കുന്നത്. തണ്ട് പോരാ, തണ്ട് പണ്ട് വാടിയതാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പ്രവാസത്തിൽ ഇങ്ങനൊക്കെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കും നേരമില്ലാത്ത ആൾക്കാരാണ്. എനിക്ക് കുറച്ച് നേരം കിട്ടിയോണ്ട് ഞാനത് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ചീരയാണെന്നുണ്ടെങ്കിൽ നാളെ ബീട്രൂട്ട് അച്ചാറും ബീട്രൂട്ടിൻ്റെ ഉപ്പേരി വയ്ക്കണം. ബീട്രൂട്ട് വാങ്ങിച്ചു ഇതിങ്ങനെയാണ് അരിയുന്നത് കേട്ടോ. എൻ്റെ ഇടയിൽ ചെറിയൊരു ഡ്യൂട്ടി വന്നു, അപ്പോൾ ഇത് എടുക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊന്തിക്കും. കുറച്ച് കഴിഞ്ഞാൽ താന്ന് എത്തിപ്പോവും. ഇതിലിടാൻ തേങ്ങ വേണ്ടിയിരുന്നു, പക്ഷെ തേങ്ങ മേടിക്കാൻ മറന്നു. മനുഷ്യന് ഭയങ്കര പ്രശ്നമാണ്. ഇതിലിപ്പോൾ ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ആയിട്ട് എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കറി ഇതവിടെ ഇതായിട്ടുണ്ട്. നീര് ഓഫാക്കിയിട്ട് വറവിടണം. വറവിട്ടതിന് ശേഷം ചൂടാറി കഴിഞ്ഞതിന് ശേഷം മോര് ഒഴിക്കണം. വറവിടാനുള്ളത് ഉണക്കമുളക്, കറിവേപ്പില, ജീരകം, കടുക്, ഉലുവ. എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. ചീര താന്ന് പെയ്യണ്ട, ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വറവിട്ട് കഴിഞ്ഞതിന് ശേഷം കാണാം. ഉലുവട്ടു, കടുക് ഒന്ന് മുരിഞ്ഞതിന് ശേഷം ലെവലായതിന് ശേഷം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. കളറാണ് ജീരകം കുറച്ചിട്ട് കൊടുക്കാം. ജീരകത്തോട്ട് ഇനി ഉണക്കമുളക് ലാസ്റ്റ് ഇടാൻ മറ്റൊരു കരിഞ്ഞ് പോയാൽ പ്രശ്നമാണ്. ഉണക്കമുളക് ഇതുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം കരിവേപ്പിലിടാൻ ഞാൻ ഓഫാക്കും. ഓക്കെ. മോര് കറിയിൽ മോരൊഴിച്ചു ഉണ്ടാവും. അത്യാവശ്യം ഉപ്പിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിടണം. ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് നടക്കും. അതാണ് പ്രശ്നം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിടാം. ഇതായി കൊണ്ടൊക്കെയുണ്ട്. അപ്പോൾ അതാ ചോറ് വെച്ച് പേരൊക്കെ റെഡി ആയിട്ട് എൻ്റെ ഇടയിൽ കുറേ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് മീൻ നന്നാക്കി മീൻ വരച്ചിട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മീൻ മസാല, പിന്നെ കുറച്ച് എണ്ണ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യും. ഉപ്പും മിക്സാക്കിയിട്ട് വൃത്തിയുണ്ടാകും. അതുപോലെ മതി. മഞ്ഞൾ ഫ്രൈ ആക്കിയിട്ട് കാണാം.
മസാല ഒക്കെ ചേർത്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് ഇനി ഫ്രൈ ആക്കാൻ പോകുന്നു. ഫ്രൈ പാൻ ചെറിയ ചെരുവും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കണം. നല്ല മീനെടുക്കുക, എടുത്തിട്ട് തലഭാഗം പിടിക്കുക. കുറച്ചൊന്ന് ചേച്ച് വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് എണ്ണ ഇട്ടു വലിയ മീൻ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കിടത്തി കൊടുക്കുക. നാളം കൊള്ളൂല്ലോ. മറ്റേതുകൊണ്ട് വലിയ കിട്ടുന്നില്ല. കഴിക്കാനും കിട്ടുന്നത് മറ്റേ സാധനം അങ്ങോട്ട് ഭാഗം. അങ്ങനെ നമ്മൾ മത്തി റെഡി ആയിട്ടുണ്ട്. 4 ചുണക്കുട്ടന്മാരിയ്ക്കുന്ന കണ്ട സെറ്റായിട്ടുണ്ട്. ആവുന്നു. അങ്ങനെ ഒരു മീനിൻ്റെ ഒരു മുള്ളും കൂടെ ബാക്കിയിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞു. ഇപ്പം ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു. ഓക്കെ.